ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ യാത്ര കോഴിക്കോട് ബീച്ചിലേക്കാണ്. അപ്പോൾ ബീച്ചിലെത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 10:30-11 മണി ആയപ്പോഴത്തേന് ഞങ്ങൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. അധികം ആളുകളൊന്നുമില്ല, നമ്മൾ നേരത്തെ എത്തിയ കാരണം ആളുകളൊക്കെ കുറവാണ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് കണ്ടു. പിന്നെ സ്പീഡ് ബോട്ട് ആളുകൾ കയറണം ഇറങ്ങണം, ഒരുപാട് ലോങ്ങിൽ പോകുന്നത് കാണാനൊക്കെ നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ അത് കണ്ടിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വെയിൽ വരാൻ തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്തായാലും ഇനി വെയിലൊന്ന് കുറയോളം നമുക്ക് ചായ എന്തെങ്കിലും കുടിക്കാൻ വിചാരിച്ച് ഉപ്പിലിട്ട ഐറ്റംസൊക്കെ കഴിക്കാൻ വെച്ചിട്ട് ഞങ്ങൾ അവിടെ കുറേ ചെറിയ ചെറിയ കടകളുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഉപ്പിലിട്ടതും ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഐഷുമോള് ഉപ്പിലിട്ടതാ, ഐഷുവിൻ്റെ ഫേവറേറ്റാണ് ഉപ്പിലിട്ട പേരക്ക. അപ്പോൾ അത് ആ പേരക്കൊക്കെ വാങ്ങി വരണുണ്ടോ, അത് തിന്നുമ്പോൾ റിയാക്ഷൻ കണ്ടില്ല, ഓ പൊളി, നല്ല ടേസ്റ്റുള്ള പേരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായയും പൊരിക്കടയൊക്കെ കഴിച്ചു. പിന്നെ ചായ കുടിച്ചിട്ട് കുറേ സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. ചായയും കടയൊക്കെ ആയിട്ട് അവിടെ കുറേ നേരം ഇരുന്നു. കുറേ ആളുകൾ വരുന്നു പോണ്, അങ്ങനെ ആയിട്ട് അവിടെ കുറേ സമയം അങ്ങനെ നിന്നു. ഇപ്പോൾ വെയിൽ കുറഞ്ഞിട്ട് ഒരു ചെറിയ മഴയുടെ കാറൊക്കെ കാണാനുണ്ട്. അപ്പം നമുക്ക് ബീച്ചിലോട്ട് തന്നെ ഇറങ്ങാം. ബീച്ചിൽ പോയാൽ എത്ര പോയാലും നമുക്ക് മടുപ്പില്ലാത്തൊരു സ്ഥലമാണ് ബീച്ച്. കോഴിക്കോട് ബീച്ചിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം കുറച്ചായിട്ടോ. നമ്മൾ പൊന്നാനി ബീച്ച് അവിടേക്കാണ് മെയിനായിട്ട് പോകൽ, നമ്മൾ അടുത്താണല്ലോ. അപ്പോൾ അങ്ങനെ ബീച്ചിൽ എപ്പോഴും പോവാറുണ്ട്. കോഴിക്കോട് ബീച്ചിൽ വന്നിട്ട് ഇപ്പോൾ കുറച്ച് അയക്കണ്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം കോഴിക്കോട് ബീച്ചിലേക്ക് തന്നെ വരാൻ വെച്ചിട്ട് അങ്ങനെ കോഴിക്കോട് ബീച്ചിലേക്ക് വന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ ബോട്ട് വരുന്നതും പോകുന്നതൊക്കെ കുറേ നേരം അവിടെ കണ്ടിരുന്നു. നമ്മൾ കയറിയിട്ടില്ല കേട്ടോ, പേടിയായ കാരണം നമ്മൾ കയറിയിട്ടില്ല. ആളുകൾ പോണതും വരുന്നതും ഇങ്ങനെ കണ്ടിരിക്കുക എന്നല്ലാതെ നമുക്കൊക്കെ പേടിയാണ് അതിൽ കയറാൻ. അങ്ങനെ എത്ര സമയം അവിടെ നിന്നെന്ന് നമുക്ക് തന്നെ അറിയില്ല. അങ്ങനെ കുറേ സമയം അവിടെ നിന്നു. പിന്നെ വിശക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ അവിടുന്ന് നല്ലൊരു റെസ്റ്റോറൻറ്റൊക്കെ കണ്ടു. അവിടുന്ന് ഫുഡ് കഴിച്ചു. ഞാനും മോളും ഫ്രൈഡ് റൈസും ഉമ്മയും കാക്കും മീൽസുമാണ് കഴിച്ചത്. അപ്പോൾ ഫുഡ് കഴിക്കണ വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് പോകാനുള്ളത് മുട്ടായി തെരുവാണ്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള പ്ലാനിങ്ങിലാണ് വന്നിട്ടുള്ളത്. അങ്ങനെ അടുത്തത് നമുക്ക് പോകേണ്ടത് അങ്ങോട്ടാണ്. ഞങ്ങൾ മുട്ടായി തെരുവിൽ വരാറുണ്ട്, അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ. നല്ല ഓഫറിലൊക്കെ നല്ല സാധനങ്ങൾ കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ വരാറുണ്ട്, ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. ഞായറാഴ്ച ദിവസമായ കാരണം അവിടെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്തത് അങ്ങോട്ട് പോവാം. നിങ്ങളൊക്കെ മുട്ടായി തെരുവിൽ പോകാറുണ്ടോ, സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടോ? ഞായറാഴ്ച ദിവസം ചെന്നാൽ നല്ല ഓഫറിൽ നല്ല സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങളൊക്കെ പോകാറുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കി. അങ്ങനെ നമ്മൾ മുട്ടായി തെരുവിൽ എത്തിയിട്ടുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് പോരുകയാണ്, ട്രെയിനിന് തിരിച്ച് പോരുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കോഴിക്കോട് മിനി വ്ളോഗ്. ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞായറാഴ്ചത്തെ റെയിൽവേ സ്റ്റേഷനിലെ തിരക്കാണ് ഈ കാണുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.